ഇന്ന് പുറത്തിറങ്ങിയേക്കാണ്. അപ്പൊ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഡെയിലി വ്ളോഗാണ് ഇനി മുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഡെയിലി വ്ളോഗ് ഞാൻ ചെയ്യാറില്ല, കാരണം എൻ്റെ ക്യാമറമാൻ എനിക്ക് നൻപാൻ പറ്റൂല. കാരണം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ 4-5 ദിവസമൊക്കെ വേണ്ട കിട്ടുന്നത്. ഓഗസ്റ്റ് 15 കിടന്ന വീഡിയോ എനിക്ക് തന്നിരിക്കുന്നത് ഓഗസ്റ്റ് 24 അപ്പോൾ ഞാൻ എത്രത്തോളം വ്ളോഗ് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുമെന്ന് നോക്കണം, ഞാൻ നോക്കുന്നുണ്ട്. കാരണം എല്ലാം പാടെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ക്യാമറമാനാണെങ്കിൽ ഉടായിപ്പാണ്. അപ്പോൾ ആ ക്യാമറമാനെ കാണിക്കേ, ഉടായിപ്പിനെ കാണിക്കേ. ആ എനിക്ക് മടിയാട്ടോ. അപ്പോൾ നോക്കാം, മാക്സിമം ഞാൻ എൻ്റെ ഡെയിലി പരിപാടികളൊക്കെ ഞാൻ നിങ്ങൾക്ക് മാക്സിമം എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. പിന്നെ ബാക്ക് എൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ഒരു വ്ളോഗായിട്ടുണ്ടാവും. പിന്നെ എന്താ പറയാൻ വന്നത്, വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നോട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട്, ഞാൻ ഒരുപാട് കാര്യം മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് വീഡിയോയിലൊന്നും എടുത്താൻ പറ്റാറില്ല. അപ്പോൾ ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഡയറക്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ഉബൈദ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ചലഞ്ച് കൊടുക്കുന്നു, അവരെ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഡെയിലി എന്തായാലും എല്ലാവരും ഞാൻ കാണാറുണ്ട്, ഒരുപാട് പേര്. അപ്പോൾ ഈ വ്ളോഗിൽ നമുക്ക് പെടുത്തവരെ എങ്ങനെയുണ്ട്, ഒരു ഐഡിയ ആണ്. അപ്പോൾ ഉച്ചക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് വൈപ്പിൻ ഫിഷ് മാർക്കറ്റ്, ആ ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ അകത്താണ് ഞാൻ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു കണ്ടന്റ് ഉണ്ട്, ആ കണ്ടന്റ് ഞാൻ അതിൽ ഷെയർ ചെയ്യില്ല. അപ്പോൾ അത് അടുത്ത ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാവും. ഇത് വ്ളോഗ്, ഇതിൻ്റെ ഒരു ബാക്ക് വർക്കും നമ്മളിങ്ങനെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആ സ്ഥലം കാണിച്ച് ഈ പാലത്തിനടിയിൽ, പാലത്തിനടിയിൽ കണ്ട അവിടെ ഒരു നെയ്ച്ചോറ് വെക്കുന്ന ഷോപ്പുണ്ടോ, ആ ചേച്ചീൻ്റെ അപ്പുറത്തെ ചേട്ടൻ വന്നില്ലേ, ആ ചേച്ചി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വ്ളോഗ്, ഒരു പയ്യൻ വന്നിട്ട് വ്ളോഗ് ഇട്ടു, ആ ചേച്ചീൻ്റെ കഷ്ടപ്പാട്, അടിപൊളി നെയ്ച്ചോറാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആ ചേച്ചീൻ്റെ അടുത്ത് 2-3 ആൾക്കാർ ഇതേപോലെ നെയ്ച്ചോറും വന്നിട്ട് എന്തൊരവസ്ഥ വെച്ചേക്ക്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കല്ലൂർ സ്റ്റേഡിയത്തിലോട്ടാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. മെസ്സി വരില്ലെന്ന് അറിയില്ല, പക്ഷെ പണി ഇപ്പോഴും സ്റ്റിൽ അങ്ങോട്ട് സെറ്റപ്പ് പണി കേസ്. ആ സൈഡ് കാണിച്ചെടുക്കും, എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. മെസ്സി വരുവാ, മെസ്സി വന്നിട്ടില്ലെങ്കിൽ ഇത് കൊണ്ടുവരും മെസ്സിനെ. 2040 ആകുമ്പോൾ മെസ്സി വയസ്സാകുമല്ലോ, ഫീൽഡ് ഔട്ട് ആകുമ്പോൾ. ഇപ്പം ആരും വിളിച്ചു നമ്മളെ കൂട്ടി നമ്മളെ ഫുഡ് കഴിക്കുമ്പോൾ ആരെങ്കിലും നമ്മളത്ത് വന്ന് സംസാരിക്കാൻ നമുക്ക് അവർക്ക് ഫുഡ് കഴിച്ചു കൊടുക്കാം. ഏണ്ടേ അതൊക്കെ വൈബ്. അത് നെയ്ച്ചോറുണ്ട് വെച്ചിട്ടോ ഇവിടെ എവിടേക്കല്ലേ. പിന്നെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാൻ മുന്നേ വണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. വണ്ടി ഒരു സഞ്ചരിക്കുന്ന ഹോമാണ്. കാരണം ഉണ്ടോ, ഇതിൻ്റെ അകത്ത് ഇവന് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈനാപ്പിൾ, നീ എന്ത് കുടിക്കാതെ പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസ്. ഇത് ഞാൻ എനിക്കത് വലിയ വൈബില്ല, ഒരു വാടിയൊരു വാട്ടർമെലൺ ജ്യൂസ് പോലെയായി. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാ ചോദിച്ചാൽ ബേക്കിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൈക്കുണ്ട്. ഇതിനകത്ത് മണി ചാലഞ്ചിന് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ട്, ഏകദേശം ഒരു 2,00,000 റുപ്യേൻ്റെ അടുത്തുണ്ട് ഇതിൻ്റെ അകത്ത്. അത് നിങ്ങൾ എടുക്കല്ലേ ഗൈസ്, ദയവായിട്ട്, നിങ്ങൾക്കുള്ള പൈസ തന്നെയാണ്. പിന്നെന്താ, പിന്നെ ഇതിൻ്റെ അകത്ത് ഉമ്മ നന്നയച്ച 2 ബിസ്ക്കറ്റ് ഉണ്ട്. വീട്ടിൽ നിന്ന് പോന്നപ്പോൾ പേഴ്സ് ഉണ്ട്, പേഴ്സിൽ കുറേ കാർഡുകളുണ്ട്. ഇതിലാകെ ഏതൊരു ബാങ്കിലെത്തെ പൈസ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. പുറകിലേയും കൂടി കാണിച്ചു തരാം, ഡിക്കും കൂടി കാണിച്ചു തരാം. ഡിക്കിനകത്ത് കാണിച്ചു തരാം എന്തല്ലേ. ഡിക്കിൻ്റെ അകത്ത് ഒരു കുട ഉണ്ട്. ഇത് ഞാൻ കൂർഗിൽ പോയപ്പോൾ വാങ്ങിച്ചാ, അവിടെ പെരും മഴയായിരുന്നു, അപ്പോൾ നനയായിരിക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ. ഒരു ബാഗുണ്ട്, പിന്നെ RC കാറുണ്ട്, പിന്നെ കുറച്ച് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് മൈജി തന്നിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. എല്ലാം നല്ല നല്ല സാധനങ്ങളാണ് കേട്ടോ. ഏകദേശം ഒരു ഇതിനെത്ര രൂപ വരും, അതിന് 1190. ഇത് ബോട്ടിൻ്റെ സാധനമാണ്. ഇതിനെത്രടാ, 3890. അടിപൊളി സാധനമാണ്. ഇതൊക്കെ വെറുതെ നിങ്ങൾക്ക് തരാനല്ലാണ്. ഇപ്പോഴല്ല, ഒരു ചലഞ്ച് ചെയ്യുമ്പോൾ, മണി ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ മണി ചലഞ്ച് എണ്ണിക്കഴിഞ്ഞ പൈസ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അത് തരും. ഓക്കെ, വീഡിയോ ചുമ്മാ ഒരു വ്ളോഗായിട്ട് ഇറങ്ങിയതാ. ഞങ്ങൾ ചുമ്മാ ഡെയിലി കാണുന്ന ആളുകൾക്ക്. വേറെന്താ, നിബിൻ ഫുഡ് കഴിക്കാൻ പോവാണ്. കഴിക്കാൻ പോരണ നിങ്ങൾ പറഞ്ഞ ഓക്കെ. എന്താ ചെയ്യുന്നത്? ഓക്കെ, IT-ലാ? അല്ല, ഞങ്ങള് റീറ്റെയിലാണ്, സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, ഞാൻ ചുമ്മാ ഒരു വ്ളോഗ് കാണുന്ന ഒരുപാട് നമ്മളെവിടെ കൊച്ചിയിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടെന്ന് അറിയാം. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കാണും, മീറ്റ് ചെയ്യുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്തായാലും മീറ്റ് ചെയ്തോ, വളരെ സന്തോഷം. നിങ്ങൾ ബിസി ആയി, എന്നെ മീറ്റ് ചെയ്തപ്പോ.
ഒന്നും ഫുഡ് കഴിച്ചില്ല, ഞാൻ എന്തായാലും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. ഇവിടെ നല്ല കഴിച്ചോറും നല്ല ഭക്ഷണം കഴിച്ചോ? ഇന്ന് എന്തായാലും കാണാത്ത ദിവസം നമ്മൾ അവരെ ഫസ്റ്റ് കണ്ടു, ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പിരിഞ്ഞു. അപ്പൊ അവര് വീഡിയോ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വീഡിയോ അതുവരെ അവരെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അവർ കുറെ സംസാരിച്ചു കേസ്, അതൊക്കെ എനിക്ക് വളരെ ഇൻസ്പിറേഷൻസ് വേർഡ്സുകളായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കുറെ ആൾക്കാരെ കാണാറുണ്ട്, നല്ല രസമാണ്. അതുകൊണ്ടാണ് ഈ വ്ളോഗും സ്റ്റാർട്ട് ചെയ്തത്. ഇവനക്ക് ഭയങ്കര ഇപ്പൊ ഇവനെ ആൾക്കാരെ കണ്ടാൽ ഇവനാണ് എല്ലാത്തിനും സപ്പോർട്ട്, ഇവനാണ് പൊളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനങ്ങ് പൊക്കാണ്. അവിടുന്ന് ഫുഡ് കഴിച്ചില്ല, കാരണം അവിടെ നിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട സമയമല്ല, കാരണം വൈപ്പിൻ്റെ 3-3:30 ആകുമ്പോൾ എത്തണം എന്നുണ്ട്. അപ്പോൾ ആ ഷൂട്ടിൻ്റെ കാര്യം നമുക്ക് തിരിച്ച് പോരാം. അപ്പോൾ ഫുഡ് ആകെ ഇതായി ഗൈസ്. ഞങ്ങളെ പോകുന്ന വഴിയിൽ തന്നെ ഇവൻ്റെ അവൻ്റെ വാപ്പ കഴിക്കുന്ന സ്പോട്ടൊക്കെ ഇത്. ഇതാണോ അവൻ്റെ വാപ്പ കഴിക്കുന്ന സ്ഥലം അല്ലേ? ഹോട്ടൽ സാനി. അനക്കെന്താ? ചിക്കൻ, ബീഫ്, മട്ടൺ? മട്ടൺ 300. ആ മെനു മെനു അവിടെ ചെന്ന് കാണിക്കാവൂ. ഈ ക്യാമറമാന് ടൈപ്പിനും മതി. ചിക്കൻ ബിരിയാണി 180, മട്ടൻ ബിരിയാണി 300, പിന്നെ എന്തൊക്കെയുണ്ട്. നിനക്കെന്താ? മട്ടൻ പൊളി കൊടുത്ത മട്ടനാണോ ബ്രോ? 2 മട്ടനൊക്കെയാണ്. ആയിക്കോട്ടെ, പപ്പടം കൂട്ടിയടിക്കുമ്പേ എന്റെ ബാപ്പു പറഞ്ഞ ബിരിയാണി വന്നു. 2 മട്ടൻ ബിരിയാണിയാണ് നമുക്ക് ട്രൈ ചെയ്തത്. കുഴപ്പമില്ല, മോശമല്ല. നല്ല മസാല അല്ല, മസാല അങ്ങനെ ഭയങ്കര മഴക്കം വരുന്നുണ്ട്. കഴിച്ചോണ്ടിരിക്കാം. നോർമലി ഒരു ചോറ്, റൈസും കൊള്ളാം, നല്ല റൈസാണ്. ഇങ്ങനെ റൈസ് കൊള്ളാം, മട്ടനും കൊള്ളാം. മൊത്തത്തിൽ വൈബാണ്. അടുത്തേക്ക് നല്ല ഫുഡ് കഴിച്ചിറങ്ങിട്ടോ. ഫുഡ് കുഴപ്പമൊന്നുമില്ല, ഒരു ആവറേജ് എന്ന് പറയാനുള്ളൂ കേട്ടോ, മോശം എന്ന് പറയാനുമില്ല. നമ്മളെ നോർമൽ ഇറച്ചിച്ചോറൊക്കെ കഴിച്ചവർക്ക് അറിയാം. ഈ കൊച്ചിക്കാർക്ക് ഇറച്ചിച്ചോറുണ്ട്, അതുപോലെ നോർമൽ ചോറും മട്ടനും മസാല അധികം ഇല്ലാത്തൊരു ചോറ്. അതുകൊണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ വണ്ടി എടുത്ത് വീണ്ടും ഇറങ്ങി. നമ്മൾ ഇനി നേരെ വൈപ്പിലോട്ടോ പോണേ. അവിടെ ഒരു പരിപാടി ഉണ്ട്. അവിടെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടും നാളെ സാറ്റർഡേ സൺഡേ ആയതുകൊണ്ടും ആള് കിട്ടിയാൽ നമ്മൾ ഒരു പബ്ലിക് ചാലഞ്ച് വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. കുറച്ച് ആളുകളൊക്കെ കൂട്ടി സെറ്റാക്കിയിട്ട് നടന്നാൽ മതിയായിരുന്നു. വൈപ്പിലെത്തി വണ്ടി അവിടെ ഇങ്ങോട്ട് പാർക്ക് ചെയ്യും. 2 hours later. ഇതങ്ങനെ ഷൂട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഷൂട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടന്റ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. അപ്പം നിങ്ങൾ ഞെട്ടും. അപ്പോൾ പോവാം. ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട് കേട്ടോ ഇൻസ്റ്റയിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഇരിക്കാൻ എതിരെ വന്നുള്ള ക്യൂൻസ് വേണം. ഏകദേശം സമയം ഈവനിങ് ആയി. ഇന്നത്തെ ദിവസത്തിലെ ഈവനിങ് ആണത്. അങ്ങനെ സൂര്യാസ്തമയം ഉണ്ട്. ഹായ്, നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അതോ പിന്നെ കണ്ടോ? പേരെന്താ? അഷ്കർ. ചുമ്മാ എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പൊ മാർക്കറ്റിംഗില് മാർക്കറ്റിംഗ് എന്താ? ബിൽഡിംഗ് സോഫ്റ്റ്വെയർ. ഓക്കെ ഓക്കെ. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയാ. നമ്മളിപ്പോ ഇത് ഡെയിലി ഒരു വ്ളോഗ് ഇങ്ങനെ എടുക്കുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഡെയിലി വ്ളോഗിൽ ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഓരോ സർപ്രൈസ് കൊടുക്കാം. അപ്പൊ ഞാൻ നീ ചായ കുടിച്ചോ? കുടിച്ചോ? അപ്പൊ ഒരു നിനക്ക് സ്പോട്ടിൽ ഞാൻ ചലഞ്ച് തരാം. ഈ വ്ളോഗിലായിക്കോട്ടെ ചലഞ്ച്. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇത്തിരി നല്ല റെസ്റ്റോറൻറ്റ് നടക്കുന്നുണ്ട്. നിനക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ട എന്ത് ഫുഡും കഴിക്കാം. നിനക്ക് ചൂസ് ചെയ്യാം. എന്നാ എനിക്ക് മോമോസ്. അവന് പ്രൊമോഷൻ ആയോ? ഹെൽപ്പ് ചെയ്യണല്ലോ. അതെ അതെ. അതായത് ബ്രോ എന്തോ ഓർഡർ ചെയ്യാം, ബ്രോ അത് കഴിക്കണം. കഴിച്ചിട്ടില്ലെങ്കിൽ ബ്രോ എനിക്ക് അത് റീഫണ്ട് ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ. ഫ്രണ്ടിന്റെ ഷോപ്പ് ഇതാണോ? ഓപ്പൺ ആക്കാനുള്ളൂ. ഷോപ്പ് ഓപ്പൺ ആക്കാനുള്ളൂ. ഷോപ്പിൽ പ്രൊമോഷൻ തരാൻ വന്നതിന് ഞാൻ. ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആവുള്ളൂ. നീ വേറെ മാറ്റി പിടിക്കും. എന്നാ ജീവിക്കാം. അതാണ് സെറ്റാണ്.
ഇതാണോ? ഓക്കെ. എത്ര എണ്ണം വേണം? എത്ര വേണേലും കഴിക്കാം എനിക്ക്. നിന്റെ ദിവസമാണെന്നത്. ഏതാ വേണ്ടേ? മുളക് ബജി മുട്ട ബജി എത്ര വേണം പറ? ഒരു 5 മതിയാ? ചേട്ടാ ഒരു 6 ആയിക്കോട്ടെ. ഒരു 6 മുട്ട ബജി പറ. വേറെ എന്തുവാണെങ്കിൽ പറഞ്ഞേ. കഴിഞ്ഞോ? നീ കഴിച്ചോ? ഒരു കായ ബജി എടുക്കണം. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടാ പോകുന്നതാണ് പറ്റില്ല. ഇല്ലെങ്കിൽ നമുക്ക് വിളിക്കായിരുന്നു അല്ലേ? ഫിൽറ്റർ കോഫിയാ? ഓക്കെ. എനിക്കൊരു ഫിൽറ്റർ ടീ ഉണ്ടോ? ഒരു ഫിൽറ്റർ കോഫി. നിനക്ക് ചായ പറയട്ടെ? ഇല്ല, ഞാൻ വിളിച്ച ചായ കുടിക്കുന്നില്ല. ഒരു കോഫി ഒരു ചായ ഇരിക്കാം. ചുമ്മാ നമ്മളിങ്ങനെ മീറ്റ് ചെയ്യുന്ന ആളുകള് ഫോട്ടോ ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഫുള്ളായി. നിങ്ങൾക്ക് എത്ര മണി കഴിക്കട്ടോ? ഞാൻ ഓൾറെഡി എല്ലാ വ്ളോഗ്സും കാണാറുണ്ട്. നമ്മളെ റീൽസിലെല്ലാം കാണാറുണ്ട്. എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. കാരണം അതാണ് എനിക്കും വേണ്ടത്. ഈവൻ റീച്ച് ആയല്ല, ഒരു 10 പേർക്ക് നല്ല ഇത് ചെയ്യണ്ടല്ലോ. അതിന് വലിയ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാണുന്നത് പ്രോത്സാഹിപ്പിക്കുക. ആ പ്രോത്സാഹനമാണ് നമ്മൾ വീണ്ടും വീണ്ടും മോട്ടിവേറ്റ് ആവുന്നത്. എന്താ നമ്മൾ കാണട്ടെ. ഞാനേ ഒരു 6-7 മണിയായി. ഞാൻ ഈ കാറിലിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പുറത്തിരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ പോസ്റ്റിംഗ് നടക്കൂല. അപ്പോൾ ഫുള്ള് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി? ഞാൻ ഇന്ന് പരിപാടി ക്യാമറമാൻ പറയും. ഗെയിം കളിക്കാൻ പോകണ്ടല്ലേ ഗൈസ്? ഞങ്ങൾ ചിലപ്പോൾ ഗെയിം കളിക്കാൻ പോകും. ഒരു അടിപൊളി ഗെയിമാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ഇടാം വീഡിയോ. തന്നെ ഇപ്പം എത്ര ലെങ്തായി. അപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെ എൻഡ് ആയിരിക്കുന്നു. നാളത്തെ ഡേ വീണ്ടും കാണാം. See you there. Bye bye guys.